ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഉദയഭാനുവിനോടും ശ്രീകലയോടും ബാലൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മകളെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ദേവമംഗലത്ത് നിന്ന് പോകാം എന്ന് തീർത്തു പറയാം. അത് കേൾക്കുന്ന ശ്രീകല പറയും, അത് എവിടുത്തെ ന്യായവാ? എൻ്റെ മകള് ഇവിടുത്തെ മരുമകളാണെങ്കിൽ അവൾ ഇവിടെ തന്നെ താമസിക്കും എന്ന് തീർത്തു പറയാം. ഞങ്ങളിപ്പം അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയാൽ അവളുടെ ഭാവി എന്താകും എന്ന് ചോദിക്കുക. ബാലൻ പറയുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ മകളും കാരണം നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകൻ്റെ ഭാവിയോ എന്ന് അപ്പം മറുചോദ്യമായിട്ട് ചോദിക്കുക. അത് കേൾക്കുന്ന ഉദയഭാനു ശ്രീകലയും പൊടിക്കുന്ന ഒതുങ്ങാണ് കേട്ടോ. പെട്ടെന്ന് ബാലൻ പറയും, ദേ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്ത തെറ്റുകളെല്ലാം കാണിച്ച് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഉദയഭാനു ഒന്ന് ഭയക്കാണ് കേട്ടോ. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മര്യാദയുടെ ഭാഷയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. മകളെ വിളിച്ചോണ്ട് എത്രയും വേഗം ഇവിടുന്ന് പൊയ്ക്കൊള്ളുക എന്ന് പറയാം. പെട്ടെന്ന് ഉദയഭാനു പറയും, ബാല, എനിക്ക് മകളായിട്ട് ഇവള് മാത്രമല്ല, ഇവളുടെ താഴെ ഒരു പെൺകുട്ടി കൂടിയുണ്ട്. ഇവളെയും വിളിച്ചുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിലോട്ട് പോയാൽ ഇവളുടെ ജീവിതം നശിച്ചു പോവുക മാത്രമല്ല, എൻ്റെ ഇളയ മകൾ അവളുടെ ജീവിതം എന്താകും എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ഗോമതി ചോദിക്കും, ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു എന്ന് പറയാണ്. അല്ലാതെ ഇപ്പോഴല്ല ഇതൊക്കെ ആലോചിക്കേണ്ടത് എന്ന് പറയാം. പെട്ടെന്ന് ദേവിക്ക് സങ്കടം വരികയാണ് കേട്ടോ. ദേവി ബാലൻ്റെ മുന്നിലേക്ക് വീണ്ടും ചെല്ലുക. ബാലച്ച, എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് തീർത്ത് പറയാം. ഈ വീട് വിട്ടു പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പറയാം. ഇതല്ലേ എൻ്റെ വീട്, ഇതെൻ്റെ സ്വർഗവാ. ഈ വീടിട്ട് എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത് എന്ന് ചോദിക്കുക. ഈ വീട് വിട്ട് ഞാൻ പോകില്ല ബാലച്ച. എനിക്ക് ഒരു പരിഗണനയും തരണ്ട, ഒരു സ്നേഹവും തരണ്ട, ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്ക് തരണ്ട. എന്ത് സഹിച്ച് ഞാൻ ഈ വീടിൻ്റെ ഒരു മൂലയിൽ കഴിഞ്ഞു കൂടിക്കോളാം. എന്നെ പറഞ്ഞു വിടല്ലേ ബാലച്ച എന്നും പറഞ്ഞ് ബാലൻ്റെ മുന്നിൽ കിടന്ന് ദേവി കരയുവാണ് കേട്ടോ. പെട്ടെന്ന് അത് കാണുന്ന ആനന്ദിന് പുച്ഛമാണ് തോന്നുന്നത്. വീണ്ടും ബാലൻ്റെ കാലിലേക്ക് കയറി വീഴാണ്. ബാലച്ച, ഞാൻ കാലിൽ പിടിക്കാം, എന്നെ പറഞ്ഞു വിടല്ലേ ബാലച്ച, എനിക്ക് പോകണ്ട, എനിക്ക് ഇവിടെ നിന്നാൽ മതി എന്ന് പറയാണ്. അത് കാണുമ്പോഴത്തേക്ക് മീനുവിനും മിത്രയ്ക്കും ഒക്കെ സഹതാപം തോന്നുകയാണ് കേട്ടോ. ഏടത്തിക്ക് ഇവിടുന്ന് പോകാൻ ഒട്ടും താല്പര്യമില്ല എന്ന് അവർക്കും ബോധ്യപ്പെടുക. ബാലൻ്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടും ബാലൻ യാതൊരുവിധ പരിഗണനയും ദേവിക്ക് നൽകുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് മാറി നിൽക്കുകയാണ്. ബാലൻ്റെ അത്തരത്തിലുള്ളൊരു പെരുമാറ്റം ദേവിയും ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. തന്നെ ഇത്രയധികം ബാലച്ചൻ വെറുത്തു പോയോ എന്നത് ദേവിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം എല്ലാവരെയും മാറി മാറി ദേവി നോക്കുക. അതിനുശേഷം മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മീനു, നീ എൻ്റെ സ്വന്തം അനിയത്തിയല്ലേ? അങ്ങനെയല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് വേണ്ടി നീ ഒരു വാക്ക് നീ ഇവരോട് പറ മീനു, പ്ലീസ് മീനു എന്ന് പറയാ. പെട്ടെന്ന് ഗോമതി മീനുവിനോട് വിളിക്കുകയാണ് കേട്ടോ. മീനു, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് എന്തെങ്കിലും പറയണോ എന്ന് ഗോമതി ദേഷ്യത്തോടു കൂടി മീനുവിനോട് ചോദിക്കുക. മീനു, പ്ലീസ് മീനു എന്ന് പറയാം. അപ്പം മീനുവിൻ്റെ ആ മീനു എന്നുള്ള ഒറ്റ വിളിയിൽ മീനു കൈ വിടിയിപ്പിക്കുവാണ്. അപ്പം മീനുവും ഇനി തനിക്ക് വേണ്ടി ഒന്നും പറയില്ല എന്ന് ദേവിക്ക് ഏകദേശം ബോധ്യപ്പെടുകയാണ്. ദേവി പിന്നെ മിത്രയുടെ അടുത്തേക്ക് ചെല്ലുക. മിത്രേ, എന്നോടൊന്ന് ക്ഷമിക്കാൻ ബാലച്ചനോടൊന്ന് പറയടി, പ്ലീസ് എടി, ഒന്ന് പറ മിത്രേ എന്ന് വീണ്ടും പറയാം. പറ മിത്രേ, എന്നോട് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുക എന്ന് പറയാം. അപ്പം മിത്രയും തല തിരിക്കാണ് കേട്ടോ. കാരണം ഒരിക്കലും അപ്പച്ചി അത് സഹിക്കില്ല എന്നറിയാം. മിത്ര, മോളെ ഒന്ന് പറ എന്ന് പറയാം. അപ്പം മിത്ര ഒരു വിധത്തിൽ ദേവിയുടെ കൈ വിടിയിപ്പിച്ച് അവിടുന്ന് മാറി നിൽക്കുക. അതിനുശേഷം അനുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുക. മോളെ, അനുമോളെ, മോൾ പറഞ്ഞ ബാലച്ചൻ കേൾക്കും, ഒന്ന് പറ മോളെ, ഒന്ന് പറ, പ്ലീസ് മോളെ, ഒന്ന് പറ. നിങ്ങളെയൊക്കെ വിട്ട് ഏടത്തി എങ്ങോട്ട് പോകാനാ? ഏടത്തി, ഞാൻ എന്ത് പറയാനാ എന്ന് അപ്പം അനു ചോദിക്കാം. ഏടത്തിയുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ അല്ലേ, എങ്ങനെയാ ഞാനിവിടുന്ന് പോവുക? പ്ലീസ് അനുമോളെ, എനിക്ക് വേണ്ടി ഒന്ന് ബാലച്ചനോട് സംസാരിക്കുക, ഒന്ന് പറ മോളെ, പ്ലീസ്. നീ പറഞ്ഞ ബാലച്ചൻ കേൾക്കും, ഒന്ന് പറ മോളെ എന്ന് വീണ്ടും പറയാം. പെട്ടെന്ന് ഗോമതി പറയും, നിനക്ക് വേണ്ടി ആരും ഇവിടെ ഒരാളും വക്കാലത്ത് പറയാൻ പോകുന്നില്ല. അതിനുവേണ്ടി നീ ആരുടെയും കാല് പിടിക്കുകയും വേണ്ട, വെറുതെ കാല് പിടിക്കാന്നേ ഉള്ളൂ. ഒരക്ഷരം നിനക്ക് അനുകൂലമായിട്ട് ഇവിടുന്ന് ആരും പറയാൻ പോകുന്നില്ല എന്ന് തീർത്ത് പറയാൻ കേട്ടോ. പെട്ടെന്ന് അവിടെ നിൽക്കുന്ന ആനന്ദിന് ദേവിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആനന്ദിൻ്റെ മുന്നിലേക്കും ദേവിയാണെങ്കിൽ പേടിച്ചാണ് കേട്ടോ ചെല്ലുന്നത്. ആനന്ദായിട്ട് തന്നോട് ക്ഷമിക്കില്ലെന്ന് അറിയാം, എങ്കിലും അവസാന പ്രതീക്ഷ എന്ന പോലെ ആനന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കൈ രണ്ടും കൂപ്പി നിൽക്കുക. ആനന്ദേട്ട എന്നും പറഞ്ഞ് വിളിക്കുക. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ ആനന്ദേട്ട, ഇതല്ലേ എൻ്റെ വീട്, ഇവിടെ ഉള്ളവരല്ലേ എൻ്റെ ബന്ധുക്കള്. ഞാൻ പൊറുക്കാൻ കഴിയാത്ത തെറ്റുകളാണ് ചെയ്തു കൂട്ടിയതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു തവണ എന്നോട് ക്ഷമിക്കുക ആനന്ദേട്ട, ഒറ്റ
തവണ എന്നോടൊന്ന് മാപ്പാക്ക് ആനന്ദേട്ട, ഇനി ഒരു തെറ്റുകളും ഞാൻ ചെയ്യില്ല, ഒരു കള്ളം പോലും ഞാൻ ആരോടും പറയുകയുമില്ല എന്ന് ദേവി പറയാ. ആനന്ദേട്ടൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ ബാലച്ചൻ കേൾക്കും, അമ്മയും കേൾക്കും, എല്ലാവരും എന്നോടുള്ള വെറുപ്പ് കളയും. ആനന്ദേട്ട ഒന്ന് പറ ആനന്ദേട്ട, എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറ ആനന്ദേട്ട എന്ന് ദേവി വീണ്ടും പറയാ. പെട്ടെന്ന് ആനന്ദ് പറയും, നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയാ. അത് കേൾക്കുമ്പോഴത്തേക്കും ദേവി പ്രതീക്ഷയോട് കൂടി ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കുക. ഉദയഭാനു ശ്രീകലയും സമാധാനിച്ച് പരസ്പരം ചിരിയോടുകൂടി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനോട് പറയണം അല്ലേടി എന്ന് ദേഷ്യത്തോടു കൂടി വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. ദേവിയുടെ മുഖം പെട്ടെന്ന് മങ്ങുക. നിനക്കൊരു കാര്യം അറിയാവോടി എന്ന് ചോദിക്കുക. നിന്റെ സങ്കടവും കരച്ചിലും കേട്ട് എൻ്റെ അച്ഛൻ്റെ മനസ്സലിഞ്ഞ് അച്ഛൻ നിന്നോട് ക്ഷമിച്ചിരുന്നെങ്കിൽ എന്താകുമെന്നോർത്താ ഞാൻ നിന്നിരുന്നത്. ആ നിമിഷം ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയനെ, പിന്നെ ഒരിക്കലും ഞാൻ ഈ ദേവമംഗലത്തുണ്ടാകുമായിരുന്നില്ല എന്ന് ആനന്ദ് തൻ്റെ മനസ്സ് തുറന്ന് പറയാണ്. നിന്നോട് ഇനി ഒരിക്കലും ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല. അക്കാര്യം തീരുമാനിച്ച് തന്നെ ഞാനിവിടെ നിന്നത്. നിന്റെ പൂങ്കണ്ണീര് കണ്ട് ചിലപ്പം എൻ്റെ അച്ഛൻ ക്ഷമിച്ചു കളയും. എൻ്റെ അച്ഛൻ അത്ര പാവുക എന്ന് പറയാ. പെട്ടെന്ന് ശ്രീകല ചോദിക്കും, ദേവി നീ എന്തിനാ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ കെഞ്ചുന്നത്? നിന്നെ ആരും ഇവിടെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല എന്ന് ശ്രീകല ദേഷ്യത്തോടു കൂടി പറയാണ് കേട്ടോ. നിന്നെ ആരെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അത്രയ്ക്ക് ധൈര്യം ഈ വീട്ടിൽ ആർക്കും ഉള്ളതെന്ന് എനിക്ക് അറിയണം എന്ന് പറയണേ. പെട്ടെന്ന് ഗോമതി ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മര്യാദയ്ക്ക് ഞാൻ പറയാ, ഇവളെ കൂട്ടിക്കൊണ്ട് പോ എന്ന് തീർത്തു പറയാ. ഇല്ല, എൻ്റെ മോൾ എങ്ങോട്ടും പോകുന്നില്ല, അവൾ ഇവിടെ തന്നെ നിൽക്കും. ദേ നിങ്ങളായിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഇവളെ ഞാൻ വലിച്ചു പുറത്താക്കും. ദേ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് എന്ന് പറയാം. പെട്ടെന്ന് ശ്രീകല മുന്നോട്ട് കയറി നിൽക്കുക. ആനന്ദേ നീ ഇത് കേട്ടോ? നിന്റെ ഭാര്യയെ കഴുത്തിന് പിടിച്ചു പുറത്താക്കുമെന്നാ നിന്റെ അമ്മ പറയുന്നേ. കേട്ടു, ഞാൻ നന്നായിട്ട് കേട്ടു. എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇവളെ വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോ. ആഹാ, അപ്പൊ നിന്റെയൊക്കെ ഉദ്ദേശം ഇതാലേ എന്നപ്പോൾ ശ്രീകല വിറച്ചോണ്ട് ചോദിക്കാണ് കേട്ടോ. ഇതാണോ വലിയ ദേവമംഗലം കുടുംബം? ഥൂ എന്നും പറഞ്ഞ് തുപ്പുവാണേ എല്ലാവരെയും അവജ്ഞയോടെ. ഇതാല്ലേ നിങ്ങളുടെ കുടുംബത്തിൻ്റെയൊക്കെ അന്തസ്സൊക്കെ അല്ലേ? ഒരു പെൺകുട്ടിയെ കഴുത്തിന് പിടിച്ച് പുറത്തോട്ട് തള്ളും പോലും അതൊന്ന് കാണണമല്ലോ. അത്രയ്ക്ക് ധൈര്യം ഇവിടെ ആർക്കാണെന്നേ ഈ ശ്രീകലയ്ക്കൊന്ന് അറിയണം. അത്രയ്ക്ക് ചങ്കുറ്റം ഉണ്ടെങ്കിലേ എൻ്റെ മോളെ ഒന്ന് പുറത്താക്കി നോക്ക് എന്ന് എല്ലാവരോടും മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ് കേട്ടോ ശ്രീകല. വെറുതെ നിന്ന് ആനന്ദിനെ കൂടുതൽ പ്രകോപിപ്പിക്കുവാണ് ആ വാക്കുകൾ കൊണ്ട്. നീ എൻ്റെ കുടുംബത്തോട് ചെയ്തത് ഒക്കെ ഒരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റാത്ത തെറ്റുകളാ എന്ന് അപ്പോൾ ഗോമതി വീണ്ടും പറയാണ് ദേഷ്യത്തോടു കൂടി. നീ ചെയ്ത പ്രവൃത്തികൾ അറിഞ്ഞ നിമിഷം നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയായിരുന്നു വേണ്ടിയിരുന്നത്. നിന്റെ അച്ഛനും അമ്മയും വരാൻ കാത്തത് ഞങ്ങളുടെ മര്യാദ. അത് ഞങ്ങൾ ചെയ്തത് അത്ര വലിയ തെറ്റായിപ്പോയി. എന്നിട്ടും നിന്റെ അച്ഛനും അമ്മമാരും വിളിച്ചു വരുത്തി അവർക്കൊപ്പം നിന്നെ പറഞ്ഞയക്കാനുള്ള മര്യാദ ഞങ്ങൾ കാണിച്ചത് ഒരു പെൺകുട്ടിയല്ലെന്ന് ഓർത്താ. അത് ഞങ്ങളുടെ മാന്യത. നിങ്ങളുടെ പോലെയുള്ള കള്ളക്കൂട്ടങ്ങളോട് ആ മാന്യത കാണിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നെന്ന് എനിക്കിപ്പം തോന്നി. ആ മാന്യതയ്ക്ക് നേരെയാ നിന്റെ അമ്മ ഇപ്പം കാറ് തുപ്പിയത്, കേട്ടോടി എന്ന് പറയാ. അതിനുശേഷം ദേവിയുടെ കയ്യിൽ ഗോമതി കയറി പിടിക്കുകയാണ് കേട്ടോ. അപ്പം ദേവിയാണ് ഞെട്ടലോട് കൂടി നിൽക്കുക. വാ, ഇനി നീ ഇവിടെ വേണ്ട. ഇനി നിന്നെപ്പോലെ ഒരുത്തിയെ ഈ വീട്ടിൽ വെച്ചു പൊറപ്പിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് ഗോമതി വീണ്ടും പറയാ. ശ്രീകലയുടെ ആ വാക്കുകൾ ഗോമതി അത്രയധികം പ്രകോപിപ്പിച്ചു കേട്ടോ. വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചോണ്ടാണ് പോകുന്നത്. വേണ്ട അമ്മേ, പ്ലീസ് അമ്മേ, എന്നെ പുറത്താക്കല്ലേ അമ്മേ എന്ന് പറയാണ് കേട്ടോ. മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോണം എന്ന് വീടിനെ പുറത്താക്കിയതിന് ശേഷം ഗോമതി പറയണം. അപ്പം അവർക്ക് പിന്നാലെ തന്നെ ഉദയഭാനും ശ്രീകലയും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും ദേവമംഗലത്ത് എല്ലാവരും നിൽക്കുന്നുണ്ട്. ആനന്ദിനെ ഒരു പ്രതീക്ഷയോട് കൂടി ദേവി അവസാനമായിട്ട് നോക്കുന്നുണ്ട്. ആനന്ദ് പക്ഷെ മുഖം തിരിക്കുവാണേ. അതിനുശേഷം ഗോമതി പറയും, ഇപ്പം ഈ നിമിഷം ഇനി ഇറങ്ങിക്കോണം. ഇവിടെ നിന്നുകൊണ്ട് നീയോ നിന്റെ വീട്ടുകാരോ ഇനി പുതിയ നാടകമൊന്നും കളിക്കണമെന്നില്ല എന്ന് പറഞ്ഞ് ഗോമതി അകത്തേക്ക് കയറി വാതിൽ അടയ്ക്കാണ് കേട്ടോ. ആ ദേവിയാണ് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഗോമതിയുടെ അത്തരത്തിലൊരു പ്രവൃത്തി ഒരിക്കലും ദേവി പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മേ, കതക് തുറക്കമ്മേ, അമ്മേ വാതിൽ തുറക്കമ്മേ, എന്നെ പുറത്താക്കല്ലേ അമ്മേ എന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. ദേവിയുടെ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഉദയഭാനു ശ്രീകല നിൽക്കുന്നത്. എന്താണെങ്കിലും ദേവിയും കൊണ്ട് തിരിച്ചു പോകത്തില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അവർ. അപ്പോൾ ശ്രീകലയും ദേവിയുടെ അവസ്ഥ കാണുമ്പം അവിടെ നിന്ന് കരയാം. അമ്മേ വാതിൽ തുറക്കമ്മേ, എന്നെ ഇങ്ങനെ പുറത്താക്കല്ലേ അമ്മേ എന്നും പറഞ്ഞ് കരയാം. ഇതേ സമയം അകത്ത് കയറിയ ഗോമതിയും തല തല്ലി കരയാണ് കേട്ടോ. ഗോമതിക്കും താനിപ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ തനിക്ക് സാധിച്ചോ എന്നുള്ള രീതിയിലാണ് ഗോമതി നിൽക്കുന്നത്. ഇത്രയ്ക്കൊക്കെ ധൈര്യം തനിക്കുണ്ടോ എന്നുള്ള രീതിയിൽ താൻ എത്രയധികം സ്നേഹിച്ച ഇന്ന് ഈ വീടിൻ്റെ പടിക്ക് തനിക്ക് പുറത്താക്കേണ്ടി വന്നത് എന്നൊക്കെയുള്ള ചിന്തകളാകാം ഗോമതി
വാതിലിന് മറുവശത്ത് നിന്ന് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. ആനന്ദം തകർന്നതുപോലെ അവിടെ നിൽക്കുക. പെട്ടെന്ന് ശ്രീകലയാണെങ്കിൽ മുറ്റത്തോട്ടങ്ങ് ഇറങ്ങി നിൽക്കും. ഇതിങ്ങനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ മോളെ വഴിയാധാരമാക്കിയിട്ട് ദേവമംഗലത്തുള്ളവർ അകത്ത് കയറി ഇരിക്കാനൊന്നും കരുതണ്ട. ഈ ശ്രീകല ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറയാം. ദേവമംഗലത്തുള്ള ആരും ഇനി സുഖമായിട്ട് ജീവിക്കാമെന്ന് ഇനി നീ ഒന്നും വിചാരിക്കണ്ടടാ. ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് കാർക്കിച്ച് തുപ്പുക. നിന്റെയൊക്കെ ഒരു ദേവമംഗലം വലിയ കോടീശ്വര കുടുംബമാണെന്നാ ഭാവം. എന്തൊരഹങ്കാരം എല്ലാവർക്കും. എൻ്റെ മോളോട് ചെയ്തതിനൊക്കെ നീയൊക്കെ എണ്ണി എണ്ണി അനുഭവിക്കൂടാ. എൻ്റെ മോളെ വേദനിപ്പിച്ച ഒരുത്തരെയും വെറുതെ വിടില്ല. നിന്നെയൊക്കെ ഞാൻ ശപിക്കുക. ഈ കുടുംബം ഉണ്ടല്ലോ നശിച്ചു വെണ്ണീറായി പോകും എന്നും പറഞ്ഞ് മുറ്റത്ത് നിന്ന് ശപിക്കുവാണ് കേട്ടോ. നീയും നിന്റെ കുടുംബമൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ലടാ എന്നൊക്കെ പറയാം. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്നൊക്കെ വിളിച്ചു പറയാം. പെട്ടെന്ന് അകത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. എത്രമാത്രം തരം താഴ്ന്ന കുടുംബമാണ് ഇവരെന്നുള്ള രീതിയിൽ ബാലൻ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. ഇത്രയും അതപ്പതിച്ച ഒരു കുടുംബത്തോടാണല്ലോ താനായിട്ട് ഈ ബന്ധം കൂടി ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ചിന്ത ബാലൻ്റെ മനസ്സിലേക്ക് കടന്നു പോവാ. ഇതേ സമയം അമ്മയുടെ ഓരോരോ വാക്കുകളും കേൾക്കുമ്പം ദേവി ശ്രീകലയുടെ അടുത്തേക്ക് ചെല്ലുക. വേണ്ട അമ്മ, അമ്മ ഒന്നും പറയണ്ട എന്ന് പറയാ. നീ ഒന്ന് പോടി അവിടുന്ന്. അവളുടെ ഒരു ബാലച്ചനും അമ്മയും നിനക്ക് ഒടുക്കത്തെ സ്നേഹമായിരുന്നല്ലോ, ഞങ്ങളെക്കാളും സ്നേഹമായിരുന്നല്ലേ, എന്നിട്ടിപ്പോൾ എന്തായടി, എല്ലാവരും കൂടി നിന്നെ അടിച്ചിറക്കി പുറത്താക്കിയില്ലേടി എന്നൊക്കെ ശ്രീകല അവിടെ നിന്ന് ചോദിക്കുകയാണ്. വേണ്ട അമ്മ, ഇത് എൻ്റെ വീടാ. അമ്മ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് കണ്ടോ, എൻ്റെ ദേവിമോളുടെ സ്നേഹം കണ്ടോ, അയ്യോ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് വിളിച്ചു കൂവാ. അമ്മയൊന്നും മിണ്ടാണ്ടിരുന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് ദേവി വീണ്ടും പറയാണ്. നിനക്ക് എന്താടി പറയേണ്ടത് എന്ന് ചോദിക്കുക. എല്ലാം നശിച്ചു പോകത്തേ ഉള്ളൂ, ഒരു വൃത്തികെട്ട കുടുംബം, നീയൊക്കെ നശിച്ചു വെണ്ണീറാകത്തേ ഉള്ളൂ എന്ന് വീണ്ടും പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും ദേവി പറയാം, അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ, അമ്മ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കുക. പോടി അവിടുന്ന്, നിനക്കിപ്പോൾ സമാധാനമായല്ലോ, നിനക്ക് എന്നാ സ്നേഹമായിരുന്നു, ബാലച്ചൻ എന്ന് വിളിക്കുമ്പോൾ നിനക്കങ്ങ് തേൻ ഒഴുകുമായിരുന്നില്ലേ, അവളുടെ ഒരു ബാലച്ചനും അമ്മേ, എന്നിട്ട് എന്താടി നിനക്കിപ്പോൾ അവർ തന്നത് എന്നൊക്കെ ചോദിച്ച് ദേവിയോടുകൂടി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകലയുടെ ഓരോ പ്രാക്കും കേൾക്കുമ്പം ഗോമതിക്ക് നല്ല ദേഷ്യം വരിക. അപ്പോൾ ശ്രീകല പറയാം, കേട്ടോ ബാലേട്ട ആ സ്ത്രീയുടെ ഒരു സംസാരം, ഇത്രയൊക്കെ നമ്മളോട് ചെയ്തിട്ടും ഇപ്പോഴും നമ്മളാ തെറ്റുകാര് എന്ന് പറയാം. ഗോമതി താനൊന്നും മിണ്ടാതിരിക്കുക, നമ്മൾ ഒന്നിനും പ്രതികരിക്കുന്നില്ല, നമ്മൾ തീരുമാനിക്കാനുള്ളതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, ഇനി എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു കൂട്ടട്ടെ, ഇനി ഇതിന് മുകളിൽ ഒരു സംസാരമില്ല എന്ന് അപ്പം ബാലൻ പറയണം. ബാലൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ ആരും ഒന്നും മിണ്ടാതെ അകത്ത് കയറിയിരിക്കുക. പെട്ടെന്ന് ആകാശ് പറയും, കുറച്ചു നേരം അവരവിടെ കിടന്ന് ചലച്ചിട്ടേ അവിടെ നിന്ന് പൊയ്ക്കോളും. അപ്പം ആനന്ദ് പറയും, അയാളെ അങ്ങനെ വെറുതെ വിടാനൊന്നും പാടില്ലായിരുന്നു, കോടീശ്വരൻ ഉദയഭാനു നല്ല പണി കൊടുത്ത് വിടണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആകാശ് പറയും, അയാൾ ചെയ്തത് മുഴുവൻ ഫ്രോഡ് പരിപാടിയാണെന്ന് നമുക്കറിയാം, ഏട്ടൻ അയാളെ ഇപ്പം തല്ലിയാലേ നാട്ടുകാർ അയാളുടെ ഭാഗത്തേ നിൽക്കൂ, ഇപ്പം ഇവിടുത്തെ നിയമമൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ടാ ഏട്ടൻ അടിക്കോ വഴക്കിനോ ഒന്നും പോകണ്ട, പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ നിയമവ്യവസ്ഥ ഇപ്പം നിൽക്കുന്നത്, ആ പെണ്ണുങ്ങൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ചോദിക്കാൻ 100 പേരും ഉണ്ടാകും എന്ന് പറയാം. ഇതേ സമയം ദേവിയാണെങ്കിൽ ആ തിണ്ണയിലോട്ട് അവിടെ അങ്ങ് ചമ്പ്രം പടിഞ്ഞിരിക്കുകയാണ് കേട്ടോ. താൻ ഇവിടുന്ന് പോകില്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ശ്രീകല പറയും, എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അയ്യോ അല്ലെങ്കിലും അതൊക്കെ വലിയ തെറ്റാണോ എന്നും പറഞ്ഞ് മുറ്റത്തുനിന്ന് വിളിച്ചു കൂവാണേ. പെട്ടെന്ന് കൃഷ്ണമംഗലത്തുള്ളവരും ഈ ശബ്ദം എല്ലാം കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ എന്താ ഒരു ശബ്ദവും ബഹളമൊക്കെ എന്ന് അപ്പം അച്യുതൻ ചോദിക്കുക. പെട്ടെന്ന് അനന്തം പറയും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവിടെ കയറി വാടാ എന്ന് പറയണം. ഒന്ന് പോയേട്ടാ, എന്തോ സംഗതി അവിടെ നടന്നിട്ടുണ്ട്, അതെന്താണെന്നൊന്ന് നോക്കിയിട്ട് വരട്ടമ്മേ എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുക, ദേ ഓടിവാ. അപ്പം ഇന്ദ്രാമ്മ അങ്ങോട്ട് വരികയാണേ. ഓടിവാ നാട്ടുകാരെ, ഇങ്ങോട്ടൊന്ന് ഓടിവാ നാട്ടുകാരെ എന്നും പറഞ്ഞ് വിളിച്ചു കൂവാ. അയ്യോ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലേ അച്യുതേട്ടാ, ഉദയേട്ടാ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനുവിനെ വിളിച്ചുകൊണ്ട് ശ്രീകല അച്യുതൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പം അത് കാണുന്ന ദേവിക്കാണെങ്കിൽ ആകെ ഭയമാകുവാണ്. കൂടുതൽ പ്രശ്നങ്ങൾ അച്ഛനും അമ്മയും കൂടി വഷളാക്കുവാണല്ലോ എന്ന് ദേവി ചിന്തിക്കുന്നുണ്ട്. ദേവി പറയുന്നതൊന്നും അവരൊട്ട് അനുസരിക്കുന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഉദയഭാനു പറയും, എന്താ സംഭവം എന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല, ഞങ്ങളോട് അത്യാവശ്യമായിട്ട് രാവിലെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു, എന്തോ നല്ല കാര്യത്തിനാണെന്ന് വിചാരിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടെ വന്നു, എന്നിട്ടെന്താ ഉണ്ടായത് എന്ന് അപ്പം അച്യുതൻ ചോദിക്കാം. ദേവമംഗലത്തുകാർ ഇത്രയും ദുഷ്ടന്മാരാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ലേ എന്നും പറഞ്ഞ് വിളിച്ചു കൂവാ. എന്ത് ദുഷ്ടപ്രവൃത്തി അവർ ചെയ്തതെന്ന് പറ, നിങ്ങൾ സംഭവം പറ.
ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളോട് പറയാ മോളെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാൻ. അത് എവിടുത്തെ ന്യായവാ? ഒരു പെണ്ണിൻ്റെ ജീവിതം വഴിയാധാരമാക്കിയേ ഇവന്മാരെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും സ്ത്രീകളാണെങ്കിൽ അവരുടെ ഭാഗത്തെ തെറ്റുകൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് കേട്ടോ എല്ലാവരോടും പറയുന്നേ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഒരു കാര്യമില്ലാതെ നിങ്ങളുടെ മോളെ ഇവിടുന്ന് പുറത്താക്കിയോ? സത്യം ഒരു കാര്യമില്ല എന്ന് ഉദയഭാനു പറയാ. ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അമ്മ പറയമ്മേ, ഇവിടുത്തെ ഗോമതിയുടെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുക. അല്ല, കാര്യം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ എന്ന് അച്യുതൻ പറയാ. ചോദിച്ചു. ഞങ്ങളുടെ മോള് ചെയ്ത തെറ്റെന്താണെന്ന് ഞങ്ങൾ ചോദിക്കാതിരിക്കുമോ? പക്ഷെ അവരൊന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് ഇതെല്ലാം കേൾക്കുന്ന ഗോമതി പറയും, നമ്മുടെ കുടുംബത്തോട് ഇത്രയൊക്കെ ചെയ്തിട്ടും പുറത്തുനിന്ന് പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് കേട്ടോ എന്ന് ചോദിക്കുക. ഇത്രയും നാണം കെട്ട മനുഷ്യരുണ്ടാകുമോ എന്ന് വീണ്ടും ഗോമതി ചോദിക്കാൻ കേട്ടോ. ബാലൻ അവിടെ തന്നെ നിൽക്കുക. ഒരു കാര്യമില്ലാതെ ഒരു പെൺകൊച്ചിനെ പുറത്താക്കുന്നത് ശരിയാണോ എന്ന് അച്യുതൻ അപ്പം അവിടെ നിന്ന് വിളിച്ചു പോവാ. എൻ്റെ മോളെ ഇവിടെ വേണ്ടാന്ന് ഇവരെല്ലാവരും പറയുന്നേ. നിങ്ങൾ ചോദിക്കണം, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോളോട് ഇവർ കാണിക്കുന്ന ക്രൂരത നിങ്ങൾ കണ്ടോ? ഇതൊക്കെ എവിടുത്തെ ന്യായവാ എന്നും പറഞ്ഞ് സ്ത്രീകരാണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയുക. ഇത് ശരിയല്ലല്ലോ, ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കുന്ന പരിപാടിയല്ലേ. ആ ബാലൻ അഹങ്കാരം തലയ്ക്ക് പിടിച്ചേക്കുക, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ എന്ന് അച്യുതനും അപ്പം അവരുടെ പക്ഷത്ത് നിന്ന് പറയാണ് കേട്ടോ. ഒരു ബാലൻ ഇത്രയും നാളും ഇവരാ പെങ്കൊച്ചിനെ തലയെ വെച്ച് നടക്കുമായിരുന്നല്ലേ, ഇപ്പോൾ വലിച്ച് താഴെ ഇട്ടല്ലേ. ഏതെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ സഹിക്കാൻ പറ്റുമോ? നിങ്ങളായതുകൊണ്ട് ഇതിൽ നിർത്തി. പെട്ടെന്ന് ഗോമതി പറയും, അച്ചുവേട്ടൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എരുതിയിൽ എണ്ണ ഒഴിച്ച് അത് ആളി കത്തിച്ചിട്ടേ അയാൾ അടങ്ങൂ. അയാളുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ. നമ്മൾ എത്ര സമയം ഇവിടെ മിണ്ടാതിരിക്കണം എന്ന് ബാലനോട് ചോദിക്കുക. പക്ഷെ ബാലൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. പെട്ടെന്ന് ശ്രീകല പറയും, ദേ മനുഷ്യ, നിങ്ങളിങ്ങനെ പഴം വിഴുങ്ങിയത് പോലെ നിൽക്കാതെ അങ്ങോട്ടിങ്ങ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയാ. പെട്ടെന്ന് അച്യുതൻ പറയും, നിങ്ങളൊരു അച്ഛനല്ലേ, ഇപ്പം മിണ്ടാതെ നിന്നാ നിങ്ങളുടെ മകളുടെ ഭാവി പോകും, അത്ര തന്നെ, അല്ലാതെ വേറെ ആർക്കും ഇതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് പറയാം. അത് ശരിയാ, ഞങ്ങളെ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല, നീ ഇവിടെ തന്നെ ഇരുന്നോ എന്ന് ഉദയഭാനു ശ്രീകലയും കൂടി പറയാ. ഇവളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചയച്ചതേ ഈ വീട്ടുകാർക്ക് നടതല്ലാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ തന്നെ എൻ്റെ മോള് ജീവിക്കും. അങ്ങനെ തന്നെ വേണം. ആ ബാലൻ എന്ത് ചെയ്യുന്നെന്ന് കാണണമല്ലോ എന്ന് അച്യുതനും അവിടെ നിന്ന് സംഭവം ഒന്ന് കൊഴുപ്പിച്ചുകൊണ്ട് പറയാം. ദേവിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും എന്ന് അച്യുതന് സപ്പോർട്ട് കൂടി ആയപ്പോഴത്തേക്കും ഉദയഭാനു ശ്രീകലയും കൂടി പറയാം. അങ്ങനെ വേണം ഉദയഭാനു ചേട്ടാ, അങ്ങനെ തന്നെ വേണം, വിട്ടുകൊടുക്കരുത് എന്ന് പറയാം. ഈ നാട്ടുകാരെല്ലാവരും കേൾക്കാൻ പറയാം. ദേ അമ്മയും കേൾക്കണം, ഞങ്ങൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോവാം എന്ന് ശ്രീകല വിളിച്ചു കൂവാണ് കേട്ടോ. അതെ, ഞങ്ങളോടാ കളി. ശരിക്കും ഉദയഭാനു ശ്രീകല ആരാണെന്ന് ഈ ഇവിടെ ഉള്ളവർ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ അവരങ്ങോട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പം ദേവി മിണ്ടാതെ ഇരിക്കുകയാണേ. അങ്ങനെ തന്നെ വേണം. ഇനി നീതി കിട്ടുന്നത് വരെ നിങ്ങളവിടെ സത്യാഗ്രഹം ഇരിക്കണം, ഈ ബാലനെ നാട്ടുകാരുടെ മുന്നിൽ നാറ്റിക്കണം എന്നൊക്കെ പറയാം. പെട്ടെന്ന് ദേവി പറയും, വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയാം. ദേവി നീ ഒന്ന് മിണ്ടാതിരുന്നോണം, നമ്മൾ 3 പേരും ഈ വീടിൻ്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും. വെറും സത്യാഗ്രഹമല്ല, എൻ്റെ മോൾക്ക് നീതി കിട്ടുന്നത് വരെയും ഈ ഉദയഭാനു ഇവിടെ നിരാഹാരം കിടക്കാൻ പോവാ എന്ന് ഉദയഭാനു വിളിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കണ്ടും കേട്ടും അച്യുതൻ അങ്ങോട്ട് രസം പിടിച്ച് നിൽക്കുകയാണ്. ദേവമംഗലത്ത് ബാലനെയും ഗോമതിയും അപമാനിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ അയാൾ തീരുമാനിച്ചിരിക്കുക. അയാളുടെ സപ്പോർട്ടോടു കൂടി ഉദയഭാനുവും സത്യാഗ്രഹം ഇരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഗോമതി ബാലേട്ടനോട് ചോദിക്കുകയാണ്, ബാലേട്ട ഇനിയും നമ്മൾ മിണ്ടാതിരിക്കണോ എന്ന് ചോദിക്കുക. നമ്മുടെ വീടിൻ്റെ മുറ്റത്താ ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ബാലൻ അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേക്കുക. നീ അങ്ങ് മാറി നിന്നേ, ഞാൻ ഇപ്പം തന്നെ അയാളുടെ അഹങ്കാരം തീർത്തു കൊടുക്കാം എന്നും പറഞ്ഞ് ബാലനാണ് വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങൾ ചെയ്തത് മുഴുവനും ചതിയാണെന്ന് മനസ്സിലാക്കിയിട്ടും ഒന്നും ചെയ്യാത്തതുപോലെ നിരപരാധിയെ പോലെ അഭിനയിക്കുന്നു എന്ന് ചോദിക്കുക. ബാല, എൻ്റെ മോള് നിരപരാധിയാ, എല്ലാത്തിനും ഉത്തരവാദി ഞങ്ങളാണെന്നേ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതല്ലേ. ഇനി ഈ കാര്യത്തിന് സംസാരം വേണ്ട, മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക്. ഇല്ല ബാല, ഞാൻ കൂട്ടിക്കൊണ്ട് പോകില്ല, എൻ്റെ മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണ പ്രശ്നമില്ല, കൊണ്ടുപോകില്ലല്ലേ. അപ്പോൾ ശ്രീകല പറയും, ഇല്ല, ഞങ്ങൾ പോകില്ല. എൻ്റെ മോളെ വീട്ടിലേക്ക് തിരിച്ച് കയറ്റിയില്ലെങ്കിൽ ഈ വീടിൻ്റെ മുന്നിൽ ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കും, അതിനൊരു മാറ്റവും ഇല്ല എന്ന് പറയാം. ഇത്രയൊക്കെ എൻ്റെ കുടുംബത്തോട് ചെയ്തിട്ടും താൻ എൻ്റെ കുടുംബത്തിൽ കയറി സത്യാഗ്രഹം ഇരിക്കുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനുവിന് നേരെ കൈ പൊക്കും കേട്ടോ. പെട്ടെന്ന് ദേവി ബാലച്ച എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനുവിൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കും. എന്നിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്താ എന്നപ്പം ദേവിയോട് ബാലൻ ചോദിക്കുകയാണ്, എന്താണെന്നാണ് ചോദിച്ചത്. എൻ്റെ കുടുംബത്തിൽ കയറി ഇനിയും പ്രശ്നം സൃഷ്ടിക്കാനായിട്ട് നോക്കിയാൽ
ആരാണെന്നേ താൻ അറിയും എന്ന് പറയാം. ദേ, തൻ്റെ മകളെ ഞങ്ങൾ എന്തിനാ ഇവിടുന്ന് പുറത്താക്കിയതെന്ന് തനിക്ക് വ്യക്തമായിട്ടറിയാം. ദേ, എൻ്റെ വായ താൻ കൂടുതൽ തുറപ്പിക്കരുത്. നാട്ടുകാരുടെ മുന്നിൽ താനും തൻ്റെ കുടുംബവും നാറി നിൽക്കേണ്ടി വരും. എൻ്റെ വായിൽ നിന്ന് വല്ലതും വീണു പോയാൽ നാട്ടുകാർ മുഴുവനും സത്യം അറിയും. പിന്നെ നിങ്ങൾക്ക് തലയുയർത്തി നാട്ടുകാരുടെ മുന്നിൽ നോക്കാനായിട്ട് സാധിക്കില്ല. ആ ഓർമ്മ വേണം എന്ന് ബാലൻ തീർത്തു പറയാണ്. എടോ, തനിക്ക് ഈ വീടിൻ്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കണമല്ലേ? ഇരിക്കടോ, ഇരിക്ക്. താൻ സത്യാഗ്രഹം ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ബാലൻ പറയാണ്. ബാലൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ ഉദയഭാനുവും ശ്രീകലൻ തല താഴ്ത്താണ്. അപ്പം അനന്തര കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നാണം കെടുന്നത് ആരായിരിക്കുമെന്ന് അറിയാവോ? ഞങ്ങളല്ല, താനും തൻ്റെ കുടുംബവും പ്രത്യേകിച്ച് തൻ്റെ മകള്, തൻ്റെ ഈ കുടുംബം മുഴുവനും അപമാനിക്കപ്പെട്ട് ഇവിടെ നിൽക്കും. അല്ലാതെ ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ബാലൻ പറയുകയാണേ. അപ്പം അച്യുതൻ ഇതൊക്കെ ഇങ്ങനെയായി പോയോ എന്നുള്ള രീതിയിൽ നിൽക്കുക. വേണ്ട ബാലച്ച എന്ന് ദേവി അപ്പം പറയാണ്. വേണ്ട, ഒന്നും പറയണ്ട ബാലച്ച, ഞങ്ങൾ ഒന്നിനുമില്ല എന്ന് പറയാണ്. ഞങ്ങൾ പൊയ്ക്കോളാം, ഞങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോളാം ബാലച്ച എന്ന് ദേവി തീർത്തു പറയാം. എന്നിട്ട് കൈകൂപ്പി ബാലൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞങ്ങൾ പൊയ്ക്കോളം ബാലച്ച, ഞങ്ങൾ ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കുന്നില്ല എന്ന് ഉള്ള രീതിയിൽ ദേവി കൈകൂപ്പി സംസാരിക്കുകയാണ്. അപ്പോൾ ദേവിയുടെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സ്ത്രീകളെ ഉദയഭാനും പോകാനോ എന്നുള്ള രീതിയിൽ ദേവി നോക്കുവാണ് കേട്ടോ. ഞങ്ങൾ പൊയ്ക്കോളം ബാലച്ച എന്ന് പറയാം. പെട്ടെന്ന് ഉദയഭാനു എന്നോട് പറയണം, വാ നമുക്കിനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയാം. ദേവി തന്നെ അങ്ങനെ പറയുമ്പം ഉദയഭാനുവും സ്ത്രീകളെയും പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട് പോവുക. പെട്ടെന്ന് സ്ത്രീകൾ അവിടെ നിന്നിട്ട് പറയും, ഇവളുടെ കണ്ണുനീർ വീണ ഈ ദേവമംഗലം ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഇവളുടെ കണ്ണിൽ നിന്ന് വീണ ഓരോ തുള്ളി കണ്ണുനീരിനും ഈ ദേവമംഗലത്തുകാര് കണക്ക് പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ സ്ത്രീകളെ ആരാണെന്ന് നിങ്ങൾ അറിയും. ഈ സ്ത്രീകളെ ആരാണെന്ന് നീയൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. ദേവമംഗലത്തുകാരെ കൊണ്ട് ഈ സ്ത്രീകളെ നക്ഷത്രം എണ്ണിക്കും. അല്ലെങ്കിൽ എൻ്റെ പേര് തൻ്റെ പട്ടിക്കിട്ടോടെ കോപ്പ് ബാല എന്ന് പറയാം. പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് ഇറങ്ങി വരിക. ദേ, പേടിപ്പിക്കല്ലേ. അതെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞങ്ങളും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ചെയ്യും. ഈ സ്ത്രീകല നിന്റെ കുടുംബത്തെ നശിപ്പിച്ചിരിക്കും. ഒരു ബാലൻ അല്ലടാ, ഒരു കാലനാ. എൻ്റെ കൊച്ചിൻ്റെ കാലൻ, ഒരു ബാലൻ വന്നിരിക്കുന്നു, ഒരു കോലൻ. താൻ ആരാണെന്നാടാ തൻ്റെ വിചാരം എന്നൊക്കെ വായി തോന്നിന്ന് വിളിച്ചു പറയുന്നു. ദേ നിൽക്കുന്നു വേറൊരു കിഴങ്ങൻ, ആനന്ദ്, അച്ഛൻ്റെ വാല തൂങ്ങി നടക്കുന്ന ചേട്ട എന്നൊക്കെ വിളിച്ചു പറയാണ് കേട്ടോ. അപ്പം ദേവിയുടെ ഇത്രയും സംസ്കാരമില്ലാത്ത അച്ഛൻ്റെ അമ്മയുടെയും രീതികൾ കാണുന്ന ആനന്ദിന് തന്നെ പുച്ഛം തോന്നുക. സ്ത്രീകൾ പോകുന്ന വഴിക്കെല്ലാം ദേവമംഗലം നോക്കി കാർക്കിച്ച് തുപ്പുന്നുണ്ട്. അപ്പം ദേവിയാണ് വീണ്ടും പ്രതീക്ഷയോട് കൂടി എല്ലാവരും തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനി ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല എന്ന് ബോധ്യപ്പെടുകയാണ് കേട്ടോ. അപ്പം ദേവി കരഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. വലിയ രീതിയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെങ്കിലും ശ്രീകലയ്ക്കും ഉദയഭാനുവിനും ഒക്കെ നല്ല വിഷമമുണ്ട്. ഇനി തൻ്റെ മകളുടെ ജീവിതം എന്തായി തീരുമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് ശ്രീകല ഉദയഭാനുവിനോട് പറയും, നിങ്ങളൊന്ന് പറ, എന്ത് പറയാൻ എന്ന് അപ്പം ചോദിക്കുക. മോളെ എടി എന്നും പറഞ്ഞ് ഉദയഭാനെ വിളിക്കുക. നിങ്ങൾ ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാതിരുന്നേ എന്നപ്പം നമ്മുടെ ദേവി പറയാം, മോളെ അത് അമ്മ മിണ്ടാതിരി, ആരും എന്നോടിപ്പോൾ ഒന്ന് സംസാരിക്കണ്ട. ഞാനിതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോണില്ല. എൻ്റെ സ്വഭാവം എന്താണെന്ന് അവർ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എൻ്റെ മോളെ അവർ ഇറക്കി വിട്ടിരിക്കുന്നു. ഈ സ്ത്രീകളെ ആരാണെന്ന് അവരൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറയാം. അവർ ചെയ്തതിൽ എന്താ അമ്മയെ തെറ്റ് എന്ന് അപ്പം ദേവി ചോദിക്കുക. എന്താ തെറ്റ്? അമ്മയും ബാലച്ചനും ചെയ്തതിൽ എന്താ തെറ്റെന്ന്. അവരായതുകൊണ്ട് ഇത്രയും മാന്യതയോടു കൂടി പെരുമാറി. മോളെ, മനുഷ്യർ ചില കള്ളങ്ങളൊക്കെ പറയില്ലേ, ചെറിയ ചില കള്ളങ്ങളോ? ഇതൊക്കെയാണോ അച്ഛാ ചെറിയ കള്ളങ്ങൾ എന്ന് അപ്പം ദേവി ചോദിക്കാം. ഇതാണോ നിങ്ങളുടെ ചെറിയ കള്ളങ്ങൾ? ഒരു 100 തവണ ഞാൻ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. എടി മോളെ, അത് വേണ്ട, ഇനി ഒന്നും പറയണ്ട. നിങ്ങൾ രണ്ടുപേരും എന്നോട് സംസാരിച്ചു പോകരുത്, ഒന്നും സംസാരിച്ചു പോകരുത്. അതിന് നിങ്ങൾക്കിനി അർഹതയില്ല എന്ന് പറയാണ്. നിങ്ങൾക്കിനി സംസാരിക്കേണ്ട ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് വീണ്ടും ദേവി തിരിഞ്ഞു നടക്കുക. ബാ ഉദയേട്ട എന്നും പറഞ്ഞ് അപ്പോൾ പിന്നാലെ ചെല്ലുക. മോളെ ദേവി, നീ ഇങ്ങനെ പറയല്ലേ ദേവി, നിൻ്റെ ഈ കണ്ണുനീരിനെല്ലാം ദേവമംഗലത്തുകാരെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും. മോളെ, നീ ഒന്നും ഇങ്ങനെ മിണ്ടാതെ നടക്കല്ലേ എന്ന് പറയുകയാണേ. ദേവി ഒന്നും മിണ്ടുന്നില്ല. ഒരു പ്രതിമ പോലെയാണ് കേട്ടോ നടക്കുന്നത്. എങ്ങോട്ടോ എന്നില്ലാതെ ഒരു യാത്രയാണ്. വരുന്ന വണ്ടികൾ പോലും ദേവിയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അപ്പോൾ ഉദയഭാനും ശ്രീകലയും കൂടി ഒരു വിധത്തിൽ അവളെ പിടിച്ചുകൊണ്ട് നേർവഴിക്ക് പോകുന്നത്. ഇതേ സമയം അനന്തനാണെങ്കിൽ കൃഷ്ണമംഗലത്തൊരു ഫോണൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് അലോക് വരിക. എന്താടാ നീ എന്താ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുക. വെല്ലിച്ച,
എന്താടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ ഉദയഭാനു കാരണം ദേവമംഗലത്ത് വല്ലാത്ത പ്രശ്നമാണ്. അത് അവരുടെ കാര്യങ്ങളല്ലേ, അവരങ്ങ് തീർത്തോളും. എന്നാലും അച്ഛൻ്റെയും വല്യച്ഛൻ്റെ സഹോദരിയുടെ കുടുംബമല്ലേ, വാസ്തവത്തിൽ നിങ്ങൾ ഇടപെടണ്ടേ എന്ന് അലോക് ചോദിക്കുക. എന്തിടപെടണമെന്ന് ആ ഉദയഭാനുവിനോട് ചോദിക്കണ്ടേ? ഒരു വലിയ വഞ്ചനയല്ലേ അയാൾ നടത്തിയത്? എന്നിട്ടും അത് ഒന്നും അറിയാത്ത ദേവമംഗലംകാരും. പെട്ടെന്ന് ഇത് കേട്ടോണ്ട് വരുന്ന അച്യുതൻ പറയും, എന്നു മുതലാടാ നിനക്ക് ദേവമംഗലംകാരോട് പ്രേമം വന്നേ? അനുശ്രീ കേസ് പിൻവലിച്ചെന്ന് പറഞ്ഞപ്പം മുതൽ നിനക്ക് തുടങ്ങിയതാ. ഞാൻ നിന്റെ മാറ്റമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് അത്ര നല്ലതല്ല. അന്ന് അവളുടെ കാല് പിടിച്ചപ്പം നിന്റെ കരടത്തൊന്ന് തരാനാ എനിക്ക് തോന്നിയത്. പിന്നെ നീ ജയിലിൽ നിന്നിറങ്ങിയ സന്തോഷത്തിൽ ഞാനത് വിട്ടു. പക്ഷേ നിനക്ക് തുടർന്നും ഇതേ രീതിയിലാണ് പോകാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ അങ്ങ് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും അപ്പുറത്തുള്ള ആരോടും നിനക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് സഹതാപമൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല. അനുശ്രീ കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞ് ബാലന് മാപ്പ് കൊടുക്കുന്ന ഒരു പ്രശ്നവുമില്ല അല്ലേ ഏട്ടാ എന്ന് അച്യുതനാണെങ്കിൽ അനന്തനോട് ചോദിക്കുകയാണ്. അപ്പോൾ അലോക് തല കുനിച്ച് അവിടെ നിൽക്കാടെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. നമ്മുടെ അലോകിന് അനുശ്രീ എങ്ങനെയെങ്കിലും വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അനുശ്രീയിലൂടെ ഒരു സിമ്പതി പിടിച്ചു പറ്റി അനുശ്രീയുടെ മനസ്സിൽ കയറാനൊക്കെയാണ് കേട്ടോ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.